വിശ്വകിരീടം നേടിയ വീരയോദ്ധാക്കൾക്ക് രാജ്യം വീരോചിത വരവേൽപ്പ് നൽകുന്നു. മുംബൈ നഗരത്തിൽ അത്രമാത്രം ജനസാഗരം മുംബൈയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ പ്രിയ താരങ്ങളെ സ്വീകരിക്കാൻ അത്രമാത്രം വലിയൊരു ആൾക്കൂട്ടം മുംബൈ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ നവി മുംബൈക്കാരനായ തോമസ് ജോർജ് പറയുന്നുണ്ട്, വലിയ തിരക്കാണ് മുംബൈയിലെ റോഡുകളിലെല്ലാം, വലിയ ട്രാഫിക് ബ്ലോക്കാണ്. എയർപോർട്ടിൽ നിന്ന് ഇനി സ്റ്റേഡിയത്തിൽ നിന്ന് ഈ തുറന്ന വാഹനത്തിലേക്കും എത്താൻ ഇന്ത്യൻ ടീമിന് വലിയ പ്രയാസമുണ്ട് എന്നുള്ളതാണ് കമന്റ് ബോക്സിൽ നവി മുംബൈക്കാരൻ തോമസ് ജോർജ് പറയുന്നത്. കഴിഞ്ഞ ന്യൂ ഇയറിൽ നടന്ന അത്രമാത്രം വലിയ തിരക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് മുംബൈ പോലീസ് ഒരു അറിയിപ്പ് നൽകുന്നു. ഇനി ഒരാൾ പോലും വാങ്കഡെ ആ പരിസരത്തേക്കോ മറൈൻ ഡ്രൈവിലേക്കോ വരരുത് എന്ന് മുംബൈ പോലീസ് തന്നെ നിർദ്ദേശം നൽകുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് വ്യക്തമാണ്, അത്രമേൽ തിരക്കുണ്ട്. ഇനിയും ആളുകൾ വന്നാൽ സ്റ്റാമ്പേഡ് പോലുള്ള വലിയ ഒരു പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ പ്രേക്ഷകർ ഈ സൂചിപ്പിച്ചതുപോലൊക്കെ തന്നെ ഇനി ആളുകൾ വന്നാൽ കൂടുതൽ തിക്കും തിരക്കും അടക്കമുണ്ടാവും. ഇപ്പോൾ തന്നെ ഒരു ജനസാഗരമുണ്ട്, അവരെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്ന കാഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാവാം മുംബൈ പോലീസ് അടിയന്തരമായി ഇങ്ങനെ ഒരു ട്വീറ്റ് ഒക്കെ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനിയും ആളുകൾ മറൈൻ ഡ്രൈവിലേക്ക് വരരുത് എന്നൊക്കെ പറയുന്നു. വിജയകുമാർ, നമ്മൾ കണ്ടതാണ് ആ ആവേശത്തിന്റെ ബാക്കി നമ്മൾ ഇന്ത്യയിലും കാണുന്നു. ഒരുപക്ഷെ ബാർബഡോസിൽ കളി കാണാൻ ഇത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല, അതിനപ്പുറത്തെ ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അനിൽ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ ഒരു ബാർബഡോസിൽ വലിയൊരു നിറഞ്ഞ സദസ്സിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിന് മുന്നിലായിരുന്നില്ല ഇന്ത്യൻ ടീം ആ കിരീടം ഉയർത്തിയത്. ആ കേട് തീർക്കുകയാണ്, ആ കുറവ് തീർക്കുകയാണ് ഇപ്പോൾ മുംബൈയിൽ ടീം ഇന്ത്യക്ക് സ്വീകരണം നൽകുന്ന ഈ ചടങ്ങിലെ വലിയ ആൾക്കൂട്ടം കാണുമ്പോൾ നമുക്ക് വലിയൊരു മനസ്സിലൊരു ഉൾക്കിടിലമുണ്ട്. വേറൊന്നുമല്ല, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ, മൊട്ടേര സ്റ്റേഡിയത്തിൽ ഫൈനൽ കാണാൻ എത്തിയ ആളുകളെ കൊണ്ട് ആ സ്റ്റേഡിയത്തിന്റെ പരിസരം നിറഞ്ഞു കവിയുകയും, ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാനും രഞ്ജു മത്തായും നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് മെട്രോ സർവീസുകളിൽ ആളുകൾ വന്നിറങ്ങി അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ ആളുകൾ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി ഇടിച്ച് മറിഞ്ഞു വീണ് നിരവധി നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും കുട്ടികളടക്കമുള്ളവരെ നമ്മളുടെ റിപ്പോർട്ടിങ്ങിനിടയിൽ അവരെ കൈകളിൽ ഏറ്റുവാങ്ങി സുരക്ഷിത സ്ഥലത്തേക്ക് പോലീസിന്റെ കൈകളിലേക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ കാഴ്ച കണ്ണിന് മുന്നിലുണ്ട്. അപ്പോൾ അത്തരമൊരു ആവേശം എന്ന് വെച്ചാൽ ക്രിക്കറ്റിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ടീം ഇന്ത്യക്ക് എല്ലാ തരത്തിലും പിന്തുണ നൽകുന്ന ഒരു ആൾക്കൂട്ടമാണ് ഇന്ത്യയിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മുഴുവൻ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ വലിയൊരു ആൾക്കൂട്ടമുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പർദീസ എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന മുംബൈ, അവിടുത്തെ വാങ്കഡെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പവർ ഹൗസ് ആണ്. അവിടെയാണ് അതിന്റെ ഊർജ്ജ സ്രോതസ്. അത്തരമൊരു സ്ഥലത്തേക്ക് ലോകകപ്പുമായി എത്തുന്ന രോഹിത്തിനും കൂട്ടർക്കും സ്വീകരണം നൽകാൻ ഇതിലപ്പുറം ആളുകൾ എത്തും എന്നത് നമുക്ക് സങ്കല്പിക്കാൻ എന്ന് വെച്ചാൽ അതിൽ അതിശയം ഒട്ടുമില്ല. അത്തരം ഒരു കാഴ്ച അത് ഈ മുംബൈ സ്റ്റേഡിയത്തിലേക്ക്, വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് നമ്മുടെ പ്രിയ താരങ്ങൾ വരുന്നു. അത് അവരെ വഹിച്ചുകൊണ്ടുള്ള ടീം ബസ് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ചാനലിൽ നിന്നുള്ള വിവരമാണ്. അവരുടെ തത്സമയ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വരുന്നുണ്ട്. ഇന്ത്യൻ ടീമുമായി വരുന്ന ബസ്സുകൾ ഇപ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ദ സെലിബ്രേഷൻ ബിഗിൻസ് നൗ എന്നാണ് അവരുടെ ക്യാപ്ഷൻ പോകുന്നത്. അതെ, ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സ്നേഹാദരങ്ങൾ ആറ്റുവാങ്ങാൻ ആരാധകരുടെ ആവേശത്തിലേക്ക് പറന്നിറങ്ങുകയാണ് നമ്മുടെ താരങ്ങൾ വന്നിറങ്ങുന്ന ആ നിമിഷം കണ്ടറിയേണ്ടതാണ്. പൊട്ടിത്തെറിക്കും ഈ ജനസാഗരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രഞ്ജു, നമുക്കറിയാം BCCI ഒരു വലിയ തുകയാണ് ഇന്ത്യൻ ടീമിന് അനുവദിച്ചിരിക്കുന്നത്. അത് നൽകുന്നു, അത് പ്രതീകാത്മകമായി കൈമാറുന്ന ഒരു ചടങ്ങ് കൂടിയാണ് വാങ്കഡയിൽ നടക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ BCCI സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാൽവെപ്പാണ് ഈ 2020 ഈ വിശ്വകിരീടം എല്ലാ അർത്ഥത്തിലും, അല്ലേ? തീർച്ചയായും വിജയകുമാർ, 2020 നേട്ടമെന്ന് പറയുന്നത് 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാജ്യം നേടിയ ആ കിരീടം എന്ന് പറയുന്നത് ഏറെ വൈകാരികമായ ഒരു നേട്ടം തന്നെയാണ്. BCCIക്ക് 125 കോടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയാണ്. കാരണം IPL ഒക്കെ നടത്തി അങ്ങനെ ICCയുടെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുന്നത് BCCI ആണ്. 125 കോടി എന്ന് പറയുന്നത് BCCIയെ സംബന്ധിച്ച് വളരെ ചെറിയൊരു തുകയാണ്. പക്ഷേ ഈ നേട്ടം അത് രാജ്യത്തിൻ്റെ മൊത്തം ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കമന്റ് ബോക്സിൽ ഫുട്ബോൾ ആരാധകരും ക്രിക്കറ്റ് ആരാധകരും തമ്മിലുള്ള വലിയ യുദ്ധം നടക്കുന്നുണ്ട്. പക്ഷേ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും അത് രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ലോക കിരീടം നേടിയാലും ഇതിലും വലിയ ആഘോഷം നടക്കും. അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിൽ നമുക്ക് വരാൻ പോകുന്നു. അടുത്ത പാരീസ് ഒളിമ്പിക്സ് ആണ്. നമ്മൾ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് മെഡൽ വേട്ട കൊതിക്കുന്ന ഒരു
ഒളിമ്പിക്സ് ആണ് വരാൻ പോകുന്നത്. ആ നേട്ടവും ആഘോഷിക്കപ്പെടണം. സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു വളരെ മഹത്തായ ഒരു ഇവന്റ് ആണ്. ഏത് സ്പോർട്സും, ഇപ്പോൾ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും വോളിബോൾ ആയാലും ഏത് ഇനമായാലും, അത്ലറ്റിക്സ് ആയാൽ പോലും ഏതൊരു ഇനമായാലും അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്, അതിനൊരു ആവേശമുണ്ട്, അതിനൊരു സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും ആത്മാർത്ഥതയോടെ രാജ്യം പ്ലാൻ ചെയ്ത് 4 വർഷത്തെ കൃത്യമായ പ്ലാനിങ്ങിനൊടുവിലാണ് ഇന്ത്യ ഈ ലോക കിരീടം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം. രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ രോഹിത് ശർമ്മയെ നായകനാക്കി ഇന്ത്യ മെനഞ്ഞെടുത്ത, ഇന്ത്യ പൊരുതി നേടിയ കിരീടം അത്രമേൽ ആവേശം നിറഞ്ഞതായിരുന്നു ആ ഫൈനൽ മത്സരം എന്നുള്ളത്. ആ ഫൈനൽ മത്സരത്തിൽ പലകുറി കൈവെട്ടെന്ന് നമ്മൾ കരുതിയതാണ്. ഒരു പക്ഷേ ബുംറയുടെ ആ ഓവർ വരുന്നത് വരെ, അതിന് തൊട്ട് മുമ്പത്തെ ഹാർദിക് പാണ്ഡ്യയുടെ ഓവർ വരുന്നത് വരെ നമ്മൾ ഒട്ടും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പക്ഷേ നിരാശരായി തലയിൽ കൈവച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ ഓരോ ആരാധകരും. പക്ഷേ എൻറിച്ച് ക്ലാസൻ വീണതോടുകൂടി, തൊട്ടടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറ വന്നതോടുകൂടി കളി നമ്മൾ കയ്യിൽ പിടിച്ചു. ഒടുവിൽ സൂര്യകുമാർ യാദവിന്റെ ആ ക്യാച്ചിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരു പക്ഷേ നമ്മുടെ ആ ലോകകപ്പ് തന്നെയാണ് ചാടി പിടിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. രോഹിത് ശർമ്മ തലയിൽ കൈവയ്ക്കുന്ന ദൃശ്യങ്ങൾ പോലും അത്തരം വീഡിയോ തന്നെ പിന്നീട് പുറത്തു വന്നു. രോഹിത്തിനെ പോലെയായിരുന്നു നമ്മൾ ഓരോ ഇന്ത്യൻ ആരാധകരും. ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സൂര്യകുമാർ യാദവ് നമുക്ക് ലോകകപ്പ് ചാടിപ്പിടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ക്യാച്ചില്ലായിരുന്നെങ്കിൽ അത് നമുക്കൊരു പക്ഷേ നമ്മൾ ഈ നിമിഷം ഇതുപോലെ ആകർഷിക്കലായിരുന്നു. നവംബർ 19 പോലെ മറ്റൊരു ജൂൺ 29 നമുക്കൊരു ദുഃഖത്തിൻ്റെ ദിനമായി നമ്മുടെ കലണ്ടറുകളിൽ രേഖപ്പെടുത്തുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നമുക്ക് ആഘോഷിക്കാൻ, മതിമറന്ന് ആഘോഷിക്കാൻ മറ്റൊരു ദിനം കൂടി സമ്മാനിച്ചിരിക്കുകയാണ് നമ്മുടെ ക്രിക്കറ്റ് ടീം, നമ്മുടെ ഇന്ത്യൻ ടീം. അവരാഘോഷിക്കട്ടെ, അവരാഹ്ലാദിക്കട്ടെ. അതിനൊപ്പം നമ്മൾ പങ്കുചേരുന്നു. മുംബൈയിലെ ജനങ്ങൾക്കൊപ്പം, രാജ്യത്തെ ജനങ്ങളൊക്കെ തന്നെ പൊരുതുന്നു, പോരാടുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരുപക്ഷെ വില്ലനിൽ നിന്ന് ഹീറോയിലേക്ക് പോകുന്ന ഹാർദിക് പാണ്ഡ്യയാണ് നമ്മൾ കണ്ടത്. IPL കൂക്കുവിളികളോടെ നേരിട്ടതാണ് മുംബൈ. ഓരോ തവണയും മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഓരോ തവണയും അദ്ദേഹത്തെ കൂക്കുവിളിയോടുകൂടെയാണ് മുംബൈ നായകൻ എന്ന നിലയിലേറ്റത്. പക്ഷേ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനായി നമ്പർ 1 ഓൾറൗണ്ടറായി ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തുന്നത്. ഇന്നലെയാണ് ICCയുടെ പുതിയ റാങ്കിംഗ് വന്നത്. അതിലാണ് ഹാർദിക് പാണ്ഡ്യ 1-ാം സ്ഥാനത്തേക്ക് എത്തുവന്നത്. ഇപ്പോൾ വിന്നലിൽ നിന്ന് ഹീറോയായി വരുന്നു. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ആവേശം, അതിര് കടക്കുന്ന ഒരു ആവേശം. ഈ സിഗ്നൽ ലൈറ്റിന്റെ മുകളിലാണെന്ന് തോന്നുന്നു ആരാധകൻ കയറി നിന്ന് ദേശീയ പതാക വീശുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിരുവിട്ട ആഘോഷമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ആരാധകർ നിലത്തൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ എയറിൽ കയറി നിന്ന്, സിഗ്നലിൽ കയറി നിന്നുള്ള ഈ ആഘോഷങ്ങളിലേക്കൊക്കെ തന്നെ ആരാധകർ പോകുന്നത്. യെസ്, രഞ്ജുവും അനിലും സൂചിപ്പിച്ചതുപോലെ ആരാധകരെ ശാന്തരാകുവിൻ. നിങ്ങൾക്ക് വേണ്ടി ടീം അതാ ആ കപ്പുമായി സ്റ്റേഡിയത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ സ്റ്റേഡിയത്തിലെത്തും. സ്റ്റേഡിയത്തിലാണ് ഇനി കാഴ്ചകൾ കാണാൻ പോകുന്നത്. BCCIയുടെ ഔദ്യോഗിക സ്വീകരണം, പാരിതോഷികം നൽകൽ, മുംബൈ അല്ലെങ്കിൽ വാങ്കഡെ സ്റ്റേഡിയം വലിയ താരങ്ങൾക്ക് വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുന്നത് അടുത്ത നിമിഷമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏകദിന ലോകകപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഷെൽഫിൽ ഇരിക്കേണ്ടതായിരുന്നു, ഇന്ത്യക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഇന്ത്യ ആ കളികൾ മുഴുവൻ ജയിച്ചു. യഥാർത്ഥത്തിൽ ആ ടൂർണമെന്റിലെ ഫേവററ്റുകൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ തന്നെയായിരുന്നു. പക്ഷേ അവസാന കളിയിൽ അത് ഭാഗ്യം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്ന് നമുക്ക് നഷ്ടമായ ആ വിശ്വകിരീടം, ആ നഷ്ടത്തിൻ്റെ ആ തിരിച്ചടിയുടെ ആ നിമിഷത്തിൽ നിന്ന് നമ്മൾ അടുത്ത പോരാട്ടത്തിന് തിരികൊളുത്തുകയായിരുന്നു. അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയത്തിലെ തോൽവിയുടെ നിമിഷത്തിൽ നിന്നും അടുത്ത പോരാട്ടത്തിന് തിരികൊളുത്തിയാണ് രോഹിത്തും സംഘവും വീണ്ടും 2020 വേൾഡ് കപ്പിലേക്ക്, IPL-ലേക്കൊക്കെ ഇറങ്ങിയത്. IPL-ലെ വ്യക്തിഗത പ്രകടനങ്ങളിൽ പലർക്കും നിരാശയുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് വ്യക്തിജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റ തിരിച്ചടി, ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ക്രിക്കറ്റ് ആരാധകർ, ക്രിക്കറ്റ് പ്രേമികൾ എന്ന നിലയിൽ നമ്മൾ കണ്ടതാണ്, അറിഞ്ഞതാണ്, വായിച്ചതാണ്. പക്ഷേ അതിനെയൊക്കെ ഗ്രൗണ്ടിന് പുറത്തേക്ക് മാറ്റിവെച്ച് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇറങ്ങിയപ്പോൾ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് ടീം ഇന്ത്യ കുതിക്കുന്നതാണ് പിന്നീട് നമ്മൾ ഓരോ മത്സരത്തിലും കണ്ടത്. ഓരോ മത്സരത്തിനും ഒന്നിനൊന്നും മെച്ചപ്പെട്ട് വരുന്നു, തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു, തിരുത്തുന്നു. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ നമ്മളുടെ കയ്യിൽ നിന്ന് മത്സരം വഴുതിപ്പോയതാണ്. പക്ഷേ അത്ഭുതകരമായ തിരിച്ചുവരവാണ് ടീം ഇന്ത്യ ആ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അങ്ങനെ
എല്ലാ തരത്തിലും ആധികാരികമായ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം നേടിയാണ് ടീം ഇന്ത്യ ഈ വിശ്വകിരീടം നേടി മടങ്ങിയെത്തുന്നത്. രഞ്ജു, എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്, അതിൻ്റെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തെയൊക്കെ സംബന്ധിച്ച് ഈ മുഹൂർത്തം അടയാളപ്പെടുത്താതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. അവിടെ വാങ്കഡെ സ്റ്റേഡിയത്തിലും മുംബൈയിലുമൊക്കെ വെടിക്കെട്ട് നടക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ജനങ്ങളുടെ ആരവത്തിനപ്പുറത്തേക്ക് ഒന്നും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. യഥാർത്ഥത്തിൽ ദിഗന്ധങ്ങൾ പൊട്ടുന്ന ശബ്ദത്തിൽ ടീം ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ അഭിനന്ദിക്കുന്ന, അതിന് അഭിവാദ്യം അർപ്പിക്കുന്ന ഇന്ത്യക്കാരെ, മുംബൈക്കാരെ മാത്രമല്ല ഇന്ത്യക്കാരെയാണ് നമ്മൾ നരിമാൻ പോയിന്റിലും മറൈൻ ഡ്രൈവിലും വാങ്കഡെ സ്റ്റേഡിയത്തിലും ഒക്കെ കാണുന്നത്, അല്ലേ രഞ്ജു? തീർച്ചയായും വിജയകുമാർ, മുംബൈ അക്ഷരാർത്ഥത്തിൽ ആവേശ കൊടുമുടിയിലാണ്. കാരണം വിശ്വം ജയിച്ച, വിശ്വകിരീടം നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങളെ കാത്തിരിക്കുകയാണ്. അവരുടെ വിക്ടറി പരേഡിനായി കാണികൾ കാത്തിരിക്കുകയാണ്. ഒരു നീലക്കടൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറൈൻ ഡ്രൈവിൽ. അതിന് നടുവിലൂടെ ഈ താരങ്ങൾ വരുന്നു. ആ താരങ്ങളെ ഒരു നോക്ക് കാണാൻ, അവരെ അഭിനന്ദിക്കാൻ മുംബൈ നഗരം കാത്തിരിക്കുകയാണ്. ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്മർദ്ദഘട്ടം ഈ ലോകകപ്പിലുണ്ടായിരുന്നു. ബാർബഡോസിന്റെ കലാശ പോരാട്ടത്തിൽ ഏറ്റവും വലിയ സമ്മർദ്ദഘട്ടം ഉണ്ടായിരുന്നു. കാരണം 36 വിക്കറ്റും 30 പന്തും ശേഷിക്കെ കേവലം 30 റൺസ് മാത്രം മതിയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക്. ഏതൊരു ആവറേജ് ടീമും ജയിക്കാൻ കഴിയുന്നിടത്തു നിന്നാണ് ഇന്ത്യ മത്സരം തിരിച്ചു പിടിച്ചത്. ഇന്ത്യ പിടിച്ചു വാങ്ങിയ ട്രോഫിയാണ്. കാരണം അത്രമേൽ ആവേശം നിറഞ്ഞ മത്സരം. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും നിർണായകം, അല്ലേ അനു? തീർച്ചയായിട്ടും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയെ എത്രമേൽ പുകഴ്ത്തിയാലും ഒരുപക്ഷെ മതിയാവില്ല. കാരണം നേരത്തെ തന്നെ അക്സർ പട്ടേലിനെ എന്തിനെ ടീമിലെടുത്തു എന്ന തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അക്സറിനെ എന്തിനു കൊണ്ടുവന്നു എന്നതിന് ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓർഡറിലെ സ്ഥാനക്കയറ്റം. ഒരുപക്ഷെ 34-3 എന്ന തരത്തിൽ തകർന്നു നിന്ന അവസ്ഥയിൽ അടുത്തത് ശിവൻ ദൂബെയോ രവീന്ദ്ര ജഡേജയോ ഇല്ലെങ്കിൽ ഇന്ത്യൻ ഉപനായകൻ ഹാർദിക് പാണ്ഡ്യയോ വരുമെന്നായിരുന്നു ആരാധകരെല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ അവിടേക്കാണ് സർപ്രൈസിംഗ് എൻട്രിയായി അക്സർ പട്ടേൽ വന്നത്. ഒരുപക്ഷെ ആദ്യ ഓവറിൽ തന്നെ 3 ബൗണ്ടറി അടിച്ച വിരാട് കോഹ്ലി തൊട്ടടുത്ത ഓവറിൽ 1 ബൗണ്ടറി കൂടി നേടി 4 ബൗണ്ടറിയിൽ നിന്ന് ഒരുപക്ഷെ 3 വിക്കറ്റ് നിന്നപ്പോൾ സാക്ഷാൽ വിരാട് കോഹ്ലി പോലും ഒന്ന് പതറി നിൽക്കുന്ന അവസ്ഥയിൽ കളി ഇന്ത്യയുടെ പരിധിയിലേക്ക് ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകിയത് അക്സർ പട്ടേലാണ്. ഒരുപക്ഷെ അക്സറിനെ ടീമിലെടുക്കാൻ ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത്, അക്സർ വേണമെന്ന് ആവശ്യപ്പെട്ടതൊക്കെ ഒരുപക്ഷെ രോഹിത് ശർമ്മയായിരുന്നു എന്നാണ് വാർത്തകളിലുണ്ടായിരുന്നത്. ആ തീരുമാനം തെറ്റിയില്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നു 47 റൺസ് എടുത്ത അക്സറിന്റെ ആ പ്രകടനം. ഒരു നിർഭാഗ്യത്തിന്റെ രീതിയിൽ അദ്ദേഹം റൺഔട്ട് ആയെങ്കിൽ പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഇന്നിങ്സ് അങ്ങേയറ്റം ക്രൂഷ്യലായിരുന്നു. ഒരുപക്ഷെ അതിൽ നിന്ന് അദ്ദേഹം ഒരു വില്ലനാവുന്ന കാഴ്ചയും ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. 24 റൺസ് വഴങ്ങിയപ്പോൾ അക്സർ വീഴുന്നു. പക്ഷേ ഒരാൾ വീണാലും നമുക്ക് മറ്റൊരാളുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും അർഷദീപും എല്ലാം വന്നു. ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ കൂടി മുംബൈ വാങ്കഡയിൽ നിന്ന് ചേരുന്നു. ആ ആവേശക്കടലിന് നടുവിലാണ് ശ്രീനാഥ് ഉള്ളത്. ശ്രീനാഥ്, ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്കൊട്ടും തന്നെ നമ്മുടെ ആവേശം നിലനിർത്തി നിർത്താൻ പറ്റില്ല. ശ്രീനാഥിന്റെ ആ ഒരു ആവേശക്കടലിൽ നിന്ന് എന്താണ് ഈ നിമിഷത്തിൽ ശ്രീനാഥിന് പറയാനുള്ളത്? ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം വലിയൊരു ആരവത്തിനിടയിൽ, ഒരു ആവേശത്തിനിടയിലാണ് ശ്രീനാഥ് നിൽക്കുന്നത്. കുറെ കൂടി മാറി നിന്ന് നമുക്ക് ശ്രീനാഥിനെ കേൾക്കാം അല്പസമയത്തിനകം ആൾക്കൂട്ടത്തിനിടയിൽ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് അയാളുടെ പരമാവധി ശബ്ദം പുറത്തെടുത്താലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയാത്ത എനിക്ക് ഒരു സത്യത്തിൽ ഞാൻ വലിയ ആകാംക്ഷയിലാണ്. കാരണം ഈ IPL സമയത്തൊക്കെ ഒരു ഡെസിബൽ കാണിക്കുമായിരുന്നു. അതായത് എത്രത്തോളം ഉണ്ട് ആ സ്റ്റേഡിയത്തിൽ ആരവം എന്ന തരത്തിൽ കാണിക്കുന്നത്. അതുപോലെ ഒരു ഡെസിബൽ ഇപ്പോൾ ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എത്ര കണ്ട ആ മുംബൈയിലെ ആ വാങ്കഡയിലെ മറൈൻ ഡ്രൈവിലെ ആവേശം എത്ര ഡെസിബലിൽ എത്തി നിൽക്കുന്നു. ഉറപ്പായും കാരണം അത് എനിക്ക് തോന്നുന്നത് അത് എങ്ങനെ രേഖപ്പെടുത്തി വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപക്ഷെ അടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഒരു 4 മണി മുതൽ അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. बारिश हो रही है और हम लोग इतना खुशी है कि पता नहीं चल रहा कि बारिश हो रही है या फिर हम लोग बारिश में भीगे हुए हैं. इतना खुशी है कि उसको बयान नहीं कर सकते हम लोग. और टीम इंडिया जैसे निकलेगी उसके बाद देखिए और हम लोग उत्साहित हो जाएंगे. पूरे फैंस देख ही रहे हैं आप कितना क्रेजी हो चुके हैं. बारिश आ रही है जा रही है, बहुत तगड़ा यहाँ पे मोमेंट है यहाँ पे. हाँ जी, सेलिब्रेट करने का. शिखर धवन भाई नहीं है टीम पे फिर भी. हाँ जी वो भी नहीं है, बट हम माई गॉड गब्बर अपने इंडिया में रह के भी टीम इंडिया को सपोर्ट कर रहे थे. जिस तरीके से आप देखे होंगे रील उन्होंने डाली थी, जैसे टीम इंडिया जीती थी उन्होंने घर बैठे टीम इंडिया को. ഇത് ശിഖർ ധവാന്റെ ഡ്യൂപ്പ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ധോണിയുടെ ഡ്യൂപ്പിനെ കണ്ടിട്ടുണ്ട്, സച്ചിന്റെ ഡ്യൂപ്പിനെ കണ്ടത്. അപ്പൊ ഇവരുടെയൊക്കെ ധാരാളം ശിഖർ ധവാൻ 24 സംസാരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു. അതെന്തായാലും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ശിഖർ ധവാന്റെ ആരാധകർ, ഞാൻ നേരത്തെ ചെന്നൈയിൽ പോയ ഘട്ടത്തിൽ ധോണിയുടെ ഇതുപോലെ ധോണിയെ പോലെ തന്നെയുള്ള മധ്യപ്രദേശുകാരനായ ആളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ അഭിമുഖമൊക്കെ നമ്മൾ അന്ന് എടുത്തിരുന്നതാണ്. അതുപോലെ ശിഖർ ധവാൻ ഇദ്ദേഹം തന്നെ റീലുകളിലും ഒക്കെ തന്നെ വരുന്നു. നമ്മളെക്കാൾ ഒരു പക്ഷേ കൂടിയ ഇനം ആരാധകരാണ്. സച്ചിന്റെ ആരാധകരായ സുദീപ് കുമാറിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രതികരണം കണ്ടിരുന്നു. ഡൽഹിയിൽ അദ്ദേഹം ടീമിനെ സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ബാർബഡോസിലും ഉണ്ടായിരുന്നു. അദ്ദേഹവും ഒപ്പം തന്നെ ഇന്ത്യൻ ടീം എന്ന അതേ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ തന്നെയാണ്, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ തന്നെയാണ്. ഒപ്പം തന്നെ ഇന്ത്യൻ ടീമിനെ BCCIക്ക് നമ്മൾ മാധ്യമപ്രവർത്തകർ ഒരുപക്ഷെ ഒരു നന്ദി അറിയിക്കേണ്ടതുണ്ട്. കാരണം ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ 22 അംഗ മാധ്യമ സംഘം അവിടെ കുടുങ്ങിപ്പോയിരുന്നു. ഇന്ത്യൻ ടീമിനെ പോലെ തന്നെ അവിടെ കുടുങ്ങിപ്പോയതാണ്. അവർക്ക് തിരിച്ചു വരാൻ 7-ാം തീയതി വരെ ഒരുപക്ഷെ അവർക്ക് തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് ഒന്നുണ്ട്. അവരുടെ യാത്രയും വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിലായിരുന്നു. ആ സമയത്താണ് BCCI മാധ്യമപ്രവർത്തകർക്കും ഒരു സഹായത്തിന്റെ കരം നീട്ടിയത്. അവരെയും ഒപ്പം തന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മളെങ്ങനെ അവർ സഹായിച്ചെന്ന് നോക്കുകയാണെങ്കിൽ അവരാണ് ഓരോ നിമിഷവും ഇന്ത്യൻ ടീമിന്റെ വിവരങ്ങളൊക്കെ തന്നെ ബാർബഡോസിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന. അത് നമുക്ക് ഒരുപാട് രീതിയിൽ സഹായകരമായിരുന്നു. എന്തായാലും ഒരു രാജ്യത്തിന്റെ ആഘോഷത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകരെയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ച BCCIയും ഈ ഘട്ടത്തിൽ ഒരു അഭിനന്ദനം അർഹിക്കുന്നു. എന്തായാലും ആരാധകർ കാത്തിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുംബൈയിൽ വിമാനം പറന്നിറങ്ങിയ ഘട്ടത്തിൽ ഒരു വാട്ടർ സല്യൂട്ട് അത് നൽകുന്ന ഒരു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നു. എന്തായാലും അങ്ങനെ ആഘോഷമാക്കുന്ന കാഴ്ചയാണ്. കൂടുതൽ പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടിയുണ്ട്. അതിലേക്കൊക്കെ തന്നെ നമുക്ക് തിരിച്ചെത്താം. നമുക്ക് ഈ പ്രതികരണം ഒന്ന് കേൾപ്പിക്കാം. എന്താണ് അദ്ദേഹം പറയുന്ന ആരാധകന്റെ വാക്ക്? ശ്രീനാഥ് സംസാരിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇടവേള ഈ ഘട്ടത്തിൽ വേണം. വളരെ വേഗത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക്